ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതാ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ മാങ്ങയാണല്ലേ. അപ്പം മാങ്ങ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കിടിലൻ സാധനം ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് മാങ്ങ ചെത്തിയിട്ട് അതിലേക്ക് കുറച്ച് പാല് മാത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. പാലും പഞ്ചസാര ഇട്ടിട്ട് നല്ല കട്ടിയിൽ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മാങ്ങ മാവിൻ്റെ ചുവട്ടിലും മാങ്ങ, കടയിലും മാങ്ങ, എല്ലായിടത്തും മാങ്ങയാണ്. അപ്പോൾ അങ്ങനെ മാങ്ങ കിട്ടുന്ന കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സാധനം, നല്ല ടേസ്റ്റിന് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചതേ ഓർമ്മയുള്ളൂ, തീർന്ന വഴി കാണാനില്ല. പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ അടിച്ചെടുത്തു. പിന്നെ ഇതായിക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ബ്രെഡ് ഇങ്ങനെ ഒരു പാത്രത്തിൽ നന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടോ. ഇങ്ങനെ നല്ല എല്ലാ ഗ്യാപ്പുകളും അടിച്ചിട്ട് അങ്ങനെ അടുക്കി വെച്ചു. എന്നിട്ട് അതിന് മേലേക്ക് നമ്മൾ മാങ്ങ അടിച്ചത് ജസ്റ്റ് ഒഴിച്ച് വെക്കുക. അതിന് കുറേ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. മാങ്ങ ഒന്ന് കട്ടിയിൽ അടിച്ചെടുക്കുക, ബ്രെഡും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മേലേക്ക് നന്നായിട്ട് ഒഴിച്ച് ഒന്ന് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഇതാക്കി. ഇനി ഞാൻ അതിൻ്റെ മേലെ അടുത്ത ലെയറായിട്ട് മക്കളൊക്കെ ഉള്ളതല്ലേ, തികയണ്ടേ. അപ്പോൾ അടുത്ത ലെയർ ബ്രെഡ് അങ്ങനെ വെച്ചു. അതിന് മേലേക്ക് ഒന്നും കൂടി വെച്ചു. പിന്നെ അതിന് മേലെ നമ്മൾ ജ്യൂസ് ഒഴിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ തണുക്കാൻ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. ഞാൻ കുറച്ച് ടൈമേ വെച്ചിട്ടുള്ളൂ. മക്കൾ കച്ചറ കൂടി വേഗം എടുത്ത് കഴിച്ചിട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചോക്കോ പൗഡർ വിതറുന്നുണ്ട്. ഒരു വെറൈറ്റിയൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതെല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ, മക്കൾക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ ബൈ.